വീണ്ടും രേണുസുതിക്കെതിരെ ഷെഫീന ബീബി രംഗത്ത്. ഇനിയൊരിക്കലും കിച്ചുവിന് സുധിലയത്തിൽ സ്വതന്ത്രമായി താമസിക്കാൻ കഴിയില്ലെന്നും ഭാവിയിൽ ആ വീടും സ്ഥലവും അവന്റെ കയ്യിൽ നിന്ന് രേണുവും കുടുംബം എഴുതി വാങ്ങുമെന്ന് ഷെഫീന ബീബി പറയുന്നു. രേണുവിന്റെ പുതിയ അഭിമുഖം പുറത്തു വന്നതിന് പിന്നാലെ ഷെഫീനയുടെ പ്രതികരണം. കിച്ചു ജീവിതകഥ ബ്ലോഗായി പങ്കിട്ട ശേഷം രേണുവുമായി അത്ര അടുപ്പത്തിലല്ല. അമ്മയും മകനും തമ്മിലുള്ള ഫോൺ വിളികൾ പോലും നിന്നു. ഷെഫീന ബീവിയുടെ ഇടപെടൽ മൂലമാണ് കിച്ചു തനിക്ക് എതിരെ തിരിഞ്ഞതെന്നാണ് രേണു ആരോപിച്ചത്. എന്നാൽ താനല്ല, രേണു തന്നെയാണ് കിച്ചുവിനെ അവന്റെ സഹോദരിയിൽ നിന്ന് അകറ്റുന്നത് എന്ന് ഷെഫീന ബീബി പറഞ്ഞു. ഷെഫീനയുടെ വാക്കിലൂടെ തുറന്ന് വായിക്കാം. ഞാൻ കുടുംബത്തിൽ കുത്തിത്തിരിവുണ്ടാക്കിയെന്ന് പറഞ്ഞ രേണു കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കാരണം ഞാൻ ഇടപെടാത്ത വിഷയത്തിലേക്ക് എന്നെ രേണു വലിച്ചിട്ടത് എന്നതുകൊണ്ടാണ്. കിച്ചുവിൻ്റെ ലൈഫ് സ്റ്റോറി വിഷയത്തിൽ ഞാൻ ചെയ്യാത്ത കാര്യത്തിനാണ് ഏറ്റവും കൂടുതൽ പഴി കേട്ടത്. ഞാൻ കിച്ചുവിനോട് സംസാരിച്ച് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയെന്ന് രേണു പറയുന്നു. ആ പയ്യൻ തന്നെ തുറന്നു പറഞ്ഞിരുന്നു തന്നെ ആരും ബ്രെയിൻ വാഷ് ചെയ്തിട്ടില്ലെന്ന്. എന്നിട്ടും രേണുവിൻ്റെ സൈബർ പോരാളികൾ എന്നെ തെറി വിളിച്ചു. അടുത്തിടെ വരെ കിച്ചുവിനെ കാണുമ്പോൾ ചാടി വീടിരുന്ന കുഞ്ഞാണിരുന്നു റിതപ്പൻ. അത്രയും ഇഷ്ടപ്പാണ് അവന്. അനിയനും ചേട്ടനും കൂടി രേണുവിൻ്റെ സകല കള്ളത്തരങ്ങൾ പുറത്ത് കൊണ്ടുവന്നതും. അത്രയും അറ്റാച്ച്ഡ് കിച്ചുവിനും റിതപ്പനും തമ്മിലുണ്ടായിരുന്നു. ഇനി അനിയനെ കാണാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള വേദന കിച്ചു പങ്കിട്ടുണ്ടായിരുന്നു. അച്ഛനുണ്ടാക്കിയ കടങ്ങളുടെ പേരിലും അവനും കോളുകൾ വന്ന് തുടങ്ങിയപ്പോഴാണ് കിച്ചു ലൈഫ് സ്റ്റോറി പങ്കുവച്ചത്. അച്ഛൻ്റെ പേര് ഇത്ര ചീത്തയക്കാൻ കാരണം രേണുവിൻ്റെ കുടുംബമാണെന്നും കിച്ചുവിനറിയാം. എൻ്റെ കുഞ്ഞിനോട് കിച്ചുവിൻ്റെ വിഷയത്തിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് കൊടുത്താൽ നാട്ടുകാർക്ക് എന്താണെന്ന് രേണു ചോദിക്കുന്നത് കണ്ടിരുന്നു. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കി എൻ്റെ മക്കൾ എന്ന് രേണു ആവർത്തിച്ച് പറയുന്നതെന്ത് നുണയാണ്. മകനെ രേണു പറഞ്ഞത് കൊടുക്കുന്നതും കിച്ചുവിനുള്ള അടുപ്പം കാണിക്കുന്നു എന്നല്ലേ. രേണു തന്നെയാണ് സമ്മതിച്ചു കഴിഞ്ഞു. അപ്പോൾ കുത്തിത്തിരിപ്പ് നടക്കുന്ന രേണുവല്ലേ. ഭാവിയിൽ രേണു ആ വീട് കിച്ചുവിന് കൊടുക്കില്ലെന്ന് തോന്നുന്നു. ഋതുവിന് 18 വയസ്സ് കഴിയുമ്പോൾ രേണു അവനിൽ നിന്ന് കിച്ചുവിൽ നിന്നും വീടും സ്ഥലവും എഴുതി വാങ്ങും. കിച്ചു അവൻ്റെ മോനാണ്. ഋതുൽ ചോദിച്ചാൽ അത് അവന് കൊടുക്കും. അനിയച്ചാർക്ക് വീടും സ്ഥലവും കിട്ടും. അവിടെ അട്ടിപ്പാറി കിടക്കുന്ന കുറേ എണ്ണത്തിനും അവിടെ തുറന്ന് താമസിക്കാൻ കഴിയുമെന്നാണ് ഷെഫീന ബീവി പറഞ്ഞത്.